നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മുൻപ് കഴിഞ്ഞുപോയ സമൂഹത്തിൽപ്പെട്ട 3 പേരുടെ ചരിത്രം നമുക്ക് പറഞ്ഞു തന്നു. 3 ആളുകൾ അവർ അവരുടെ ജീവിത സന്ധാരണ മാർഗങ്ങൾക്ക് വേണ്ടി കാട്ടിലൂടെ നടക്കുകയായിരുന്നു. പെട്ടെന്ന് കാറ്റും കോളും മഴയും വന്ന് അവരതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു ഗുഹയിലേക്ക് അഭയം പ്രാപിച്ചു. അവരാ ഗുഹയിലായിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു വലിയ പാറ ഉതിർന്നു വീഴുകയും ഗുഹാമുഖം അടക്കുകയും ചെയ്തു. അവർക്ക് പുറത്തു വരാൻ കഴിയാതെയായി. കാറ്റും മഴയുമെല്ലാം തീർന്നപ്പോൾ അവർക്ക് ആ പാറ നീക്കിയിട്ട് പുറത്തു വരാൻ കഴിഞ്ഞില്ല. ആ സന്ദർഭത്തിൽ അവർ പരസ്പരം പറഞ്ഞു, നമ്മൾ അകപ്പെട്ടിരിക്കുന്നത് മറ്റാർക്കും നമ്മെ രക്ഷപ്പെടുത്താൻ കഴിയാത്ത, അല്ലാഹുവിനല്ലാതെ വേറെ ആർക്കും നമ്മെ രക്ഷപ്പെടുത്താൻ കഴിയാത്ത അത്രയും വലിയ ഒരു കുടുക്കിലാണ്. അതുകൊണ്ട് നമ്മൾ ഇഖ്ലാസോടുകൂടി അള്ളാഹ്ക്ക് വേണ്ടി മാത്രമായി നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ള അമലുകൾ മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹിനോട് ദുആ ചെയ്യാം. അള്ളാഹു നമ്മൾ ഈ അകപ്പെട്ടതിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തിയേക്കാം. ഓരോരുത്തരും അങ്ങനെ ദുആ ചെയ്യാൻ തുടങ്ങി. മുൻപ് ചെയ്തിരുന്ന നന്മകൾ മുൻനിർത്തി. കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, റബ്ബേ, എനിക്ക് ഒരു താഴ്വാരം നിറയെ ആടുകളുണ്ടായിരുന്നു. ഒരു താഴ്വാരത്തിൽ എനിക്ക് കുറച്ചാടുകൾ. ആ ആടുകളെ നോക്കാൻ വേണ്ടി ഞാൻ ഒരു പണിക്കാരനെ നിശ്ചയിച്ചിരുന്നു. ഒരിക്കൽ ഞാൻ കൂലി കൊടുക്കാൻ വേണ്ടി വന്ന സമയത്ത് അയാള് പെട്ടെന്ന് പറഞ്ഞ കൂലി തികയാതെ എന്നോട് പിണങ്ങിപ്പോയി. അയാൾക്ക് വേണ്ടി ഞാൻ കൂലിയാക്കി നിശ്ചയിച്ചിരുന്നത് 2 ആടുകളായിരുന്നു. അങ്ങനെ കുറെ നാള് കഴിഞ്ഞു. കുറെ കാലങ്ങൾക്ക് ശേഷം അയാൾ എന്റെ അടുക്കൽ തിരിച്ചു വന്നു. എന്നിട്ട് അയാൾ പറഞ്ഞു, ഞാൻ വലിയ ബുദ്ധിമുട്ടിലാണ്, കഷ്ടപ്പാടിലാണ്. അന്ന് നീ എനിക്ക് തരാനുള്ളൊരു കൂലി ബാക്കിയുണ്ടല്ലോ, അതെനിക്കിപ്പോൾ തന്നിരുന്നെങ്കിൽ എനിക്കതുകൊണ്ട് വലിയ ഒരു ഉപകാരമാകുമായിരുന്നു. അത് കേട്ടപ്പോൾ അയാൾ പറഞ്ഞു, ഒരു താഴ്വാരം നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന ആടിന്റെ കൂട്ടത്തെ കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, അതാ നിന്റെ കൂലിയാണ് ആ നിൽക്കുന്നത്. അയാൾ പറഞ്ഞു, യാ അബ്ദല്ലാ ലാ തസ്തഹ്സി ബി. പ്രയാസപ്പെട്ടു വരുമ്പോ ആളുകളെ സ്ഥിതിയാണല്ലോ സാധാരണ, ഒന്നും കൂടി ഒന്ന് പരിഹസിക്കും. നീ എന്നെ കളിയാക്കല്ലേ, കഷ്ടപ്പാട് കൊണ്ട് വന്നതാണ് ഞാൻ, പരിഹസിക്കല്ലേ. തന്നില്ലെങ്കിൽ തന്നില്ല, ഞാൻ പൊയ്ക്കോളാം. എന്നാലും എന്റെ കഷ്ടപ്പാടിന്റെ സമയത്ത് തന്നെ പരിഹസിക്കരുത്. അയാൾ പറഞ്ഞു, ഇല്ല, ഞാൻ നിന്നെ പരിഹസിക്കല്ല. നിനക്കന്ന് തരാനുണ്ടായിരുന്ന കൂലിയാണ്, അത് വർദ്ധിച്ചിട്ട് അത് പെറ്റുപെരുകിയിട്ട് ഉണ്ടായിട്ടുള്ളതാണ്. നിന്റെ കൂലിയാണ് ആ കാണുന്നത് മുഴുവൻ, അത് നിനക്കുള്ളതാണ്. അയാള് അത് മുഴുവനും വാങ്ങിക്കൊണ്ട് അത് തൊളിച്ചിങ്ങനെ നടന്നുപോയി. ആ കാഴ്ച അയാളുടെ കണ്ണിലിരിക്കുന്നുണ്ട്. അത് മുൻനിർത്തിയിട്ട് അയാൾ പറഞ്ഞു, റബ്ബേ, നിന്നെ പേടിച്ചിട്ട് നിനക്ക് വേണ്ടി മാത്രമാണ് ഞാനത് ചെയ്തത്. അത് നിനക്കറിയാമല്ലോ, നിനക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ചെയ്തത് എന്ന് നിനക്കറിയുന്നുവെങ്കിൽ റബ്ബേ, ഞങ്ങൾ അകപ്പെട്ടിരിക്കുന്ന ഈ പ്രയാസത്തിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കണേ. ഗുഹാമുഖം അല്പമൊന്ന് ചലിച്ചു. ആ പാറ ഒന്ന് നീങ്ങി. ആ ദുആക്ക് അല്ലാഹു അപ്പോൾ തന്നെ ഉത്തരം നൽകിക്കൊണ്ട്. എന്നാൽ പോലും അവർക്ക് പുറത്തു വരാൻ കഴിഞ്ഞില്ല. 2ാമത്തെ ആള് ദുആ ചെയ്തു. അയാൾ പറഞ്ഞു, റബ്ബേ, എനിക്ക് വൃദ്ധരായ 2 മാതാപിതാക്കൾ ഉണ്ടായിരുന്നു. ഞാൻ അവർക്ക് ബിർറ് ചെയ്തു കൊടുത്തിരുന്നു. ഞാൻ അവരെ നന്നായി സ്നേഹിച്ചിരുന്നു. അവർക്ക് ഞാൻ എന്നെ കൊണ്ടാകുന്ന വിധം എല്ലാ ഗുണങ്ങളും ചെയ്തു കൊടുത്തിരുന്നു. അവർക്ക് ഭക്ഷണം കൊടുക്കാതെ ഞാനോ എന്റെ കുട്ടികളോ ഭക്ഷണം കഴിക്കുമായിരുന്നില്ല. ഒരിക്കൽ ഞാൻ കാട്ടിൽ വിറക് വെട്ടാൻ അതിനുവേണ്ടി പോയി അത് വിറ്റ് കാശാക്കി തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ അവർക്ക് വേണ്ടിയുള്ള പാലുമായി, അവർക്ക് വേണ്ടിയുള്ള ഭക്ഷണവുമായി ഞാൻ തിരിച്ചു വന്നപ്പോഴേക്കും അവരുറങ്ങിപ്പോയിരുന്നു. അവരുടെ തലക്കും ഭാഗത്ത് ഞാൻ ഇരുന്നു. അവരെഴുന്നേൽക്കുന്നത് വരെ അവർക്ക് വേണ്ടിയുള്ള ഭക്ഷണവുമായി. എന്റെ മക്കള് കരഞ്ഞുകൊണ്ടാണ് ഉറങ്ങിപ്പോയത്.
എന്നാൽ പോലും ഉമ്മാക്കും വാപ്പാക്കും കൊടുത്തിട്ടേ ഞാൻ കൊടുക്കുവെന്ന ആ വാശിയിൽ തന്നെ ഞാനിരുന്നു. അങ്ങനെ നേരം വെളുക്കുന്നത് വരെ ഉറങ്ങി അവരുടെ ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ ഞാൻ അവർക്ക് ഭക്ഷണം കൊടുത്തിട്ടാണ് ഞാനും എന്റെ മക്കളും കഴിച്ചത്. റബ്ബേ, നിനക്ക് വേണ്ടി മാത്രമാണ് ഞാൻ അവരെ സ്നേഹിച്ചത്, അവർക്ക് വേണ്ടി ഗുണം ചെയ്തു കൊടുത്തത് എന്ന് നിനക്കറിയുമെങ്കിൽ ഞങ്ങൾ അകപ്പെട്ടിരിക്കുന്ന പ്രയാസം നീ ഞങ്ങൾക്ക് നീക്കിത്തരണേ. നിനക്ക് വേണ്ടി മാത്രമാണ് ഞാൻ അമൽ ചെയ്തത് എന്ന് പറയാൻ കഴിഞ്ഞു. അങ്ങനെ ദുആ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു. ഗുഹാമുഖം ഒന്നുകൂടി നീങ്ങി, പക്ഷെ അവർക്ക് പുറത്തു വരാൻ കഴിഞ്ഞില്ല. മൂന്നാമത്തെ ആൾ ദുആ ചെയ്തു. അയാൾ ചെയ്തിട്ടുള്ള നന്മ വെച്ചിട്ട് അയാൾ പറഞ്ഞു, എനിക്ക് എന്റെ ഒരു അമ്മാവന്റെ മകളുണ്ടായിരുന്നു, അവളെ ഞാൻ വല്ലാതെ സ്നേഹിച്ചിരുന്നു. ഒരു പുരുഷൻ ഒരു സ്ത്രീയെ സ്നേഹിക്കുന്ന അതിയായ കഠിനമായ സ്നേഹം. ഒരു പുരുഷൻ ഒരു സ്ത്രീയിൽ നിന്ന് ആഗ്രഹിക്കുന്നതെല്ലാം അവളിൽ നിന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അവൾ വഴങ്ങിത്തരുമായിരുന്നില്ല. ഒരിക്കൽ അവൾക്കൊരു സാമ്പത്തികമായ ഞെരുക്കം വരികയും അല്പം ദിർഹമുകൾ അന്വേഷിച്ച് എന്റെ അടുക്കലേക്ക് വരികയും ചെയ്തു. അവളോട് ആ സന്ദർഭത്തിൽ ഞാൻ പറഞ്ഞു, നിന്റെ ആവശ്യം ഞാൻ നിറവേറ്റിത്തരാം, എന്റെ ആവശ്യം നീ നിറവേറ്റിത്തരുന്നുവെങ്കിൽ. അവളുടെ പ്രയാസം കൊണ്ട്, കഷ്ടപ്പാടുകൊണ്ട് അവൾ അതിന് സമ്മതിച്ചു. എന്നിട്ട് അവളുടെ ആവശ്യം അദ്ദേഹം നിറവേറ്റിക്കൊടുത്തു. അദ്ദേഹത്തിന്റെ ആവശ്യം നിറവേറ്റുന്നതിന് വേണ്ടി അവളുമായി അദ്ദേഹം തനിച്ചാവുകയും എന്നിട്ട് ഒരു അവസാനത്തെ ഘട്ടത്തിലെത്തുകയും ചെയ്ത സന്ദർഭത്തിൽ, അഥവാ അവൾ പറഞ്ഞ അവളുടെ വാക്കിൽ അവളുടെ 4 അവയവങ്ങൾക്കിടയിൽ അവൻ ഇരിക്കുന്ന സന്ദർഭത്തിൽ അവൾ പറഞ്ഞു, യാ അബ്ദല്ലാഹ് ഇത്തഖില്ലാഹ്, അള്ളാന്റെ അടിമയെ നീ അള്ളാനെ സൂക്ഷിക്കും. എന്റെ ഖാത്തം, എന്റെ സീല് അതിന്റെ അനുവാദ പ്രകാരമല്ലാതെ നീ ഒരിക്കലും പൊട്ടിക്കരുത് എന്ന് പറഞ്ഞു. ഇത്തഖില്ലാഹ് എന്ന വാക്ക് കേട്ടപ്പോൾ അള്ളാനെ ഭയപ്പെട്ടുകൊണ്ട് അയാൾ അവിടെ നിന്ന് ചാടി എഴുന്നേറ്റു മാറി. അള്ളാഹുവേ, നിന്നെ പേടിച്ചതുകൊണ്ട് മാത്രം, മറ്റാരും കാണാനില്ലാത്ത, മറ്റാരും അറിയാനില്ലാത്ത സന്ദർഭത്തിൽ നിന്നെ പേടിച്ചുകൊണ്ട് മാത്രമാണ്, നിനക്ക് വേണ്ടി മാത്രമാണ് ഞാൻ അങ്ങനെ മാറിയത്, ആ ഹറാമിൽ നിന്ന് മാറിയത് എന്ന് നിനക്കറിയുമെങ്കിൽ ഞങ്ങൾ അകപ്പെട്ടിരിക്കുന്ന ഈ ആപത്തിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ. ഗുഹാമുഖം മുഴുവനായി തുറന്നു. അവർ അതിൽ നിന്ന് പുറത്തേക്ക് വന്നു. ഇവിടെ മുൻപ് ചെയ്തിട്ടുള്ള ഒരു അമല്, ഇഖ്ലാസോടുകൂടി അള്ളാഹ്ക്ക് വേണ്ടി മാത്രമാണ് ഞാനത് ചെയ്തത് എന്ന് പറയാവുന്ന അമല് അവർക്കുണ്ടായിരുന്നു. നമ്മളൊരു പ്രയാസത്തിലകപ്പെട്ടാൽ നമ്മുടെ സ്ഥിതി എന്താ? നമ്മളപ്പോ അള്ളാഹ്ക്ക് വേറെ ചില വാഗ്ദാനങ്ങൾ അങ്ങോട്ട് കൊടുക്കാൻ നോക്കും. എന്റെ ഉമ്മാന്റെ രോഗം മാറിയാൽ ഞാൻ 4 ആടിനെ അറുത്തോളാം, അല്ലെങ്കിൽ ഇന്നത് നേർച്ചയാക്കിക്കോളാം, ഇങ്ങനെ ചെയ്തോളാം. ഇതാണ് പറയല്. അങ്ങനെയാണ് പലപ്പോഴും പറയല്. പല നേർച്ചകളും നമ്മൾ അപ്പോ ആക്കും പ്രയാസപ്പെട്ട് കിടക്കുന്ന സമയത്ത്. അങ്ങനെ തഅല്ലുക്കിന്റെ നേർച്ച എന്നുള്ളത് അത് മക്രൂഹാണ്, നിരുത്സാഹപ്പെടുത്തപ്പെട്ടതാണ്. ആ നേർച്ച പിശുക്കന്റെ പോക്കറ്റ് എന്നുള്ളത് പുറത്തെടുക്കാനല്ലാതെ വേറൊരു ഉപകാരവും ചെയ്യൂല. അങ്ങനെ നേർച്ചയാക്കരുത്. നേരെ മറിച്ച് ആ സന്ദർഭത്തിലല്ല, ഒരു പ്രയാസവും ഇല്ലാതിരുന്ന സന്ദർഭത്തിൽ അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ ഒരറവ് നടത്തിയിട്ടുണ്ടെങ്കിൽ, ഒരു പ്രയാസവുമില്ലാത്ത സന്ദർഭത്തിൽ അള്ളാഹ്ക്ക് വേണ്ടി മാത്രമായി, അള്ളാഹിനെ പേടിച്ചുകൊണ്ട് മാത്രമായി ഒരു അമല് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അമല് മുൻനിർത്തി വെച്ചിട്ട് ദുആ ചെയ്യണം പ്രയാസത്തിന്റെ ഘട്ടത്തിൽ.